എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 100 രൂപയിൽ താഴെ വിലയുള്ള അപ്സൈഡ് മൊമെൻ്റ് കാണിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരിട്ട് ചാർട്ടിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് ബോഡൽ കെമിക്കൽസ് ആണ്. ബോഡൽ കെമിക്കൽസ് ഇപ്പോൾ 91 രൂപയുടെ അതിൻ്റെ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ്. അപ്പോൾ ഇതാണ് ബോഡൽ കെമിക്കൽസിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട്. ഈ ഇൻട്രാഡ ചാർട്ടിൽ നമുക്ക് വ്യക്തമായി നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. വിത്ത് വോള്യൂം നന്നായിട്ട് കയറുന്നുണ്ട് കേട്ടോ. വോള്യൂം ക്രമാനുഗതമായിട്ട് കയറുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ചാർട്ടിൽ. വോള്യൂം ക്രമാനുഗതമായിട്ട് കയറിയിട്ടുണ്ട്, റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. ഈ രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു മേജർ രണ്ട് സപ്പോർട്ട് പോയിന്റുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ലൈൻ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഈ ഏരിയ ഈ 73, 75 എന്ന് പറയുന്നതിൽ ഇവിടെ കുറേ നാൾ ഇവിടെ ഒരു സപ്പോർട്ട് പിടിച്ച് നന്നായിട്ട് കയറി. അതുകൂടാതെ ഈ പോയിന്റ് വരെ കയറി, ഏകദേശം 85-90 വരെ ആയി. അത് കണ്ട് നേരെ താഴ്ന്നിട്ട് ഇവിടുത്തെ ഈ സപ്പോർട്ട് തന്നെ ഇവിടെ വരുന്നത് വലിയൊരു ലോങ് ലെഗ്ഡ് ക്യാൻഡിലേഡ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നേരെ കയറിയിട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് താഴ്ന്നു. അത് താഴ്ചയുണ്ട് ഇവിടെ ഒരു ഹയർ ലോഡ് ഫോർമേഷൻ ഇവിടെ വന്നിരിക്കും. ഹയർ ലോ ഈ ലോ അവിടം വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ഉണ്ട്, ഏകദേശം 80 രൂപയിൽ. ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം ഒരു മേജർ സപ്പോർട്ട് ഇവിടെയുണ്ട്, ഏകദേശം ഒരു 73-74 റേഞ്ചാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബൈ എൻട്രി ഇവിടെ ഈ കറൻറ്റ് പൊസിഷനിൽ നമ്മൾ ഒരു ബൈ എൻട്രി പരിഗണിക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് ഒരു 10 പോയിന്റ് നമ്മൾ റിസ്ക് കണക്കാക്കിയിട്ട് വേണം ഇതിലൊരു എൻട്രി എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന റേറ്റ് 91, അപ്പോൾ 80 രൂപയെങ്കിലും നമ്മൊരു സ്റ്റോപ്പ് ലോസ് ഇതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ടിൽ വെച്ച് കാണുന്ന വസ്തുതകൾ. ഇനി നമുക്കൊരു വീക്കിലി ചാർട്ടിലേക്ക് പോയി നോക്കാം, എന്താണ് വീക്കിലി ചാർട്ടിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വീക്കിലി ചാർട്ട് വ്യൂ. ആ വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ ആ ലൈൻ അവിടെ കിടന്നിട്ട് നമുക്ക് ആ ലൈൻ അവിടെ കിടക്കട്ടെ. അതൊരു മേജർ ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് അത് അവിടെ എടുക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ്, അടുത്ത പോയിൻറ്റ്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ആ പോയിൻ്റ് നോക്കി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 80 രൂപ ഇത് ഈ റേഞ്ചിൻ്റെ പ്രത്യേകത നോക്കി. കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് വലിയൊരു ലോങ് ലെഗുകൾ ഇത് 1, 2, 3, 4, 5, 6, 7 ക്യാൻഡിലിൻ്റെ ലോഡ് ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം 80 പോയിന്റിൽ. 80 അല്ലെങ്കിൽ 79 ഈ റേഞ്ച്. അതായത് 7 ആഴ്ചകൾ ഇവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. വലിയ ലോങ് ലെഗ്ഡാണിത്. ഇതിൽ താഴെ ക്ലോസ് വന്നിട്ടില്ല. താഴേക്ക് വന്നിട്ടുണ്ട് ഒരു ഇൻട്രാഡേയിൽ, പക്ഷേ ക്ലോസിങ് ഇതിന് താഴെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീക്കിലി ക്ലോസിങ് ഒരു 80 താഴെ വരുമ്പോൾ നമ്മൾ ഈ പൊസിഷൻസ് നമ്മളിപ്പോൾ ഇവിടെ മേടിക്കുന്ന ഈ പൊസിഷൻസ് 80 താഴെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിറ്റുമാറുന്ന രീതിയിൽ നമുക്കൊരു ബൈ എൻട്രി ഇവിടെ പറയും. കാരണം ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഓഫ് സപ്പോർട്ടാണ് ഇതുള്ളത്. എത്ര വലിയ കുറേ ക്യാൻഡിൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിലൊരു അപ്സൈഡ് ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നമുക്കൊരു ഈ ലെവൽ വരെ ഏകദേശം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം ഒരു 104 വരെ നമുക്കൊരു ടാർഗറ്റിൽ കിട്ടാനുണ്ട് സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ നല്ല വോള്യൂം ഉണ്ട്. നമ്മൾ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ കണ്ട ആ വോള്യൂം പാറ്റേൺസ് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. വീക്കിലി ഇവിടെ ക്യാൻഡിൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് അത്രയും കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു അപ്സൈഡ് മൊമെൻ്റ് ഇതിൽ പ്രതീക്ഷിക്കാം. പക്ഷേ 80 ആണ് സ്ട്രോങ് സപ്പോർട്ടുള്ളത്. അവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ടു സിംഗിൾ ലെവലിൽ ഇത്രയും ടാർഗറ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് നമുക്കൊരു
ബോർഡൽ കെമിക്കൽസ് എന്ന ഷെയറിനെ കുറിച്ച് പ്ലസ് ഇൻട്രാഡേയും അല്ലെങ്കിൽ വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ട വസ്തുതകൾ. നമ്മുടെ അടുത്ത ഷെയറാണ് AYM സിൻഡെക്സ്. 95 രൂപ 45 പൈസയിൽ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്. അപ്പോൾ ഇതാണ് AYM സിൻഡെക്സ് ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് നോക്കിയാലും നമുക്കറിയാം ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. വലിയൊരു 3 ക്യാൻഡിൽ ഇവിടെ കണ്ട, നല്ല 3 ക്യാൻഡിലാണ് ഇവിടെ ഗ്രീൻ ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഏരിയയിൽ ഈ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ട വസ്തു എന്ന് വെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, ഏകദേശം 75-76 ഇവിടെ റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, 75 റെസിസ്റ്റൻസ് വേണ്ട. ഈ റെസിസ്റ്റൻസാണ് ബ്രേക്ക്, വെറുതെ ബ്രേക്കല്ല, വിത്ത് പോളിത്തോട് ബ്രേക്ക് ഔട്ട് ചെയ്തു പോയി. അതുകൂടാതെ നേരെ ആ ലെവൽ, ഇവിടുത്തെ പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്ന ആ ലെവലിലേക്ക് തന്നെ ഇത് സപ്പോർട്ട് എടുത്ത് കയറി. ഇവിടെ സപ്പോർട്ടാണിത്, ഇവിടെ സപ്പോർട്ട് എടുത്ത് യൂട്ടേൺ അടിച്ച് കയറി. ഈ റെസിസ്റ്റൻസ് കുറച്ച് സ്ട്രോങ് ആയിരുന്നു റെസിസ്റ്റൻസ്, അതുകൊണ്ട് ഇവിടെ ഒരു 4-5 ക്യാൻഡിൽ, വലിയ ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു, വീണ്ടും താഴ്ന്നു. ആ താഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ലോ, അതായത് ഇവിടുത്തെ ലോ, അതായത് ഈ ലോ എന്ന് പറയുന്നത് 75-76, ഈ ലെവൽ വരെ, ഈ ലോ വരെ വരാണ്ട് നേരെ ഒരു യൂട്ടേൺ അടിച്ചു പോയി. ഇങ്ങനെ കയറി, അതുകൊണ്ടാണ് ഈ ലോ ഉണ്ടല്ലോ ഇവിടേക്ക് വരാണ്ട് വീണ്ടും യൂട്ടേൺ അടിച്ച് കയറി സലാ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെയാണ് അതിനടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. കാരണം ഈ റെസിസ്റ്റൻസ് പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉള്ളത്, ഇവിടെ ഈ റേഞ്ചിൽ. നമ്മൾ ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോണുള്ളത് ഒരു 84 റേഞ്ചിലാണ് ഇവിടെ റെസിസ്റ്റൻസ് സോണുള്ളത്, 84 കണ്ട. ഇത് താഴെ ആണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട്, അടുത്ത ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് ഇവിടെയാണ്, ഒരു 84ലാണ് സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഈ സപ്പോർട്ടിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ 84. ഇതിൽ താഴെ, അപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇതിൽ താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ പൊസിഷൻ പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കൈ ഒഴിവാക്കടോ. ആസ് പെർ ഇൻട്രാഡേ ചാർട്ടാണ് പറയുന്നത് കേട്ടോ, ഇൻട്രാഡേ ചാർട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു AYM സിൻഡെക്സിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുതകൾ. നമുക്കിനി ചാർട്ടിനെ വീക്കിലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരണം. വീക്കിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വീക്കിലിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈൻ വരച്ചിട്ടുണ്ട്, ഈ പ്രീവിയസ് ലൈൻ 83 നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ലൈൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ നിന്നൊരു ലൈൻ, ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഇങ്ങോട്ട് പിന്നിലേക്ക് ഒന്ന് വരച്ചു നോക്കണ്ട. ഓക്കെ, അത് പിന്നിലേക്ക് വരച്ചുമ്പോൾ എന്താണ് കാണുന്നത്? ഈ 84, 83, 85 റേഞ്ച്, ഇതാണ് ആ റേഞ്ച്. ആ റേഞ്ചിൻ്റെ അവിടെ കുറച്ച് നാൾ ഇത് ട്രേഡ് ചെയ്തു കണ്ട. അതിനുശേഷം നേരെ ഒരു ഫാളാണ് സംഭവിച്ചത്. ആ ഫാള് സംഭവിച്ചതിന് ശേഷം ഈ റേഞ്ചിൻ്റെ അവിടെ തന്നെ ട്രേഡ് കുറച്ച് നാൾ വീണ്ടും. വീക്കിലി ക്യാൻഡിലാണ്, വീക്കിലി ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു ഇത്, ഇവിടുത്തെ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് തന്നെ ഇവിടെ കണ്ട 1, 2, 3, 4, 5, 6 ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ഈ റെസിസ്റ്റൻസ്. അതിനുശേഷം ഒരു വലിയ ക്യാൻഡിലോടുകൂടി ഇത് കണ്ട, നല്ല വോളിയം ഉണ്ട്, ഇവിടെ നല്ല വോളിയം ഉണ്ട്, ഈ കയറ്റത്തിൽ വോളിയത്തോടുകൂടി കയറി ഇവിടെ നിൽക്കുകയാണ് ഇത്. അപ്പോൾ ഇൻട്രാഡേ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് കിട്ടി. പക്ഷേ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ്റെ അവിടെയാണ് കൃത്യമായ സപ്പോർട്ട് അടുത്ത് വരുന്നത്. അതായത് 84, 83 റേഞ്ചിൽ വീക്കിൽ നമുക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് പോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഒരു 115, 114 വരെ ഇതിൽ കിട്ടാവുന്നതാണ്. പ്ലസ് ഈ വോളിയവും ഈ വലിയ ഗ്രീൻ ക്യാൻഡിലും വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ റേഞ്ച് വരെ നമുക്കൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ. പക്ഷേ ഇതിന് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ, ഈ റേഞ്ചിന് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറുക. ഇങ്ങനത്തെ സ്ട്രക്ചർ മാറിയിട്ട്
പിന്നെ ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഇത്. അപ്പോൾ ഇതാണ് AYM സിൻഡെക്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് 2 ഷെയർസ് 100 രൂപയ്ക്ക് വിലയുള്ള 2 ഷെയർസിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.